നമസ്കാരം. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ. പ്രധാന വാർത്തകൾ. വേതന വിതരണത്തിന് കാലതാമസം വരുത്തുന്നവർക്ക് ലേബർ കോടതികൾ പിഴ ചുമത്താൻ ആരംഭിച്ചതായി നീതിന്യായ മന്ത്രാലയം വെളിപ്പെടുത്തി. നിയമാനുസൃത കാരണമോ ന്യായീകരണമോ ഇല്ലാതെ തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം നൽകിയിട്ടില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വിതരണം ചെയ്യാത്ത വേതനത്തിന്റെ ഇരട്ടിയിൽ കൂടാത്ത തുക പിഴയായി തൊഴിലുടമയ്ക്ക് ചുമത്തുന്നതിന് തൊഴിൽ നിയമത്തിലെ 94-ാം വകുപ്പ് അനുശാസിക്കുന്നുണ്ട്. ഈ വകുപ്പ് നടപ്പാക്കി നിയമലംഘകർക്ക് പിഴ ചുമത്തുന്നത് തൊഴിലാളികളുടെ വേതന വിതരണം വൈകിക്കുന്ന പ്രവണതയ്ക്ക് തടയിടുന്നതിനും വേതനവുമായി ബന്ധപ്പെട്ട കേസുകളും തർക്കങ്ങളും കുറയ്ക്കുന്നതിനും സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഒരുക്കുന്നതിനും സഹായകമായേക്കുമെന്ന് നീതിന്യായ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ടുഡേ, റിയാദ്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രവാസികളുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് നേതാവ് MK രാഘവൻ MP റിയാദിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് മുന്നോടിയായി പ്രവാസി പ്രശ്നങ്ങൾ പഠിക്കുന്നതിനുള്ള ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം റിയാദിലെത്തിയത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ NDA സർക്കാർ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ലെന്നും അതിന്റെ ഭാഗമായാണ് പ്രവാസി വകുപ്പ് ഇല്ലാതാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതോടെ പ്രവാസി വിഷയങ്ങൾ ഉന്നയിക്കാൻ ഇടമില്ലാതെയായി. പ്രവാസികളുടെ മൃതദേഹം തൂക്കി നോക്കിയും വൻ നിരക്ക് ഈടാക്കിയുമാണ് വിമാന കമ്പനികൾ നാട്ടിലെത്തിക്കുന്നത്. ഇത് അവരോടുള്ള അവഗണനയാണ്. UPA സർക്കാർ അധികാരത്തിലെത്തിയാൽ സൗജന്യമായി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തും. ഈ വിഷയം പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തും. ചില രാജ്യങ്ങൾ പൗരന്മാരുടെ മൃതദേഹം സൗജന്യമായി കൊണ്ടുപോകുന്നുണ്ട്. ഇന്ത്യക്ക് ഈ മാതൃക സ്വീകരിക്കാവുന്നതാണ്. പ്രവാസികളെ ബാധിക്കുന്ന മൂല്യങ്ങളായ വിഷയങ്ങൾ മാനിഫെസ്റ്റോ ഉൾപ്പെടുത്താൻ അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഡെഡ് ബോഡി തൂക്കി നോക്കി നിരക്ക് നിശ്ചയിക്കുന്ന അവസ്ഥ, അത് ഏതായാലും സിവിൽ ഏവിയേഷൻ മന്ത്രി ശ്രീ സുരേഷ് പ്രഭു കണ്ടുകൊണ്ട് അതിൽ മാറ്റം വരുത്തി എന്ന് മാത്രമല്ല നിരക്ക് ഏകീകരിക്കുകയും ചെയ്തു. പക്ഷെ സൗദിക്ക് ബാധകമായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ സൗദിയിൽ ജിദ്ദയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഡെഡ് ബോഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാട്ടിലെത്തിക്കാറുള്ളത്. അപ്പോൾ ദരിദ്ര രാജ്യമായ ബംഗ്ലാദേശും അതുപോലെ പാകിസ്ഥാനും ഫിലിപ്പീൻസും എല്ലാം തന്നെ അവർ ഈ ഡെഡ് ബോഡി സൗജന്യമായി നാട്ടിലെത്തിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച ബ്ലഡ് മണി ഉൾപ്പെടെ ഈ ജയിൽശിക്ഷ ജയിലിൽ കഴിയുന്നവരുടെ കാര്യങ്ങൾ ഉൾപ്പെടെ അത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി സഹായം കിട്ടണമെങ്കിൽ എംബസി വളരെ എഫക്റ്റീവായിട്ടുള്ള ലീഗൽ സെല്ല് ഉണ്ടാക്കണം. അതുകൂടി ഞങ്ങൾ ഈ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാനിഫെസ്റ്റോ ഉൾപ്പെടുത്തും എന്നറിയിക്കുന്നു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ, KPCC മെമ്പർ അഡ്വക്കേറ്റ് നിയാസ്, OICC നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് നജീബ്, ഷഫീഖ് കിനാലൂർ, നവാസ് വെള്ളിമാടുകുന്ന് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. ഊബർ ടാക്സിയിൽ യാത്ര ചെയ്ത മലയാളി വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവത്തിൽ 2ാം പ്രതിയും അറസ്റ്റിലായി. ഇയാൾ യമൻ വംശജനാണ്. 1ാം പ്രതിയും അൽബാഹ സ്വദേശിയുമായ സൗദി പൗരൻ മണിക്കൂറുകൾക്കകം പോലീസ് പിടിയിലായിരുന്നു. CCTV ദൃശ്യങ്ങളുടെയും ഊബർ ടാക്സി വിവരങ്ങളുടെയും സഹായത്തോടെ പോലീസ് നടത്തിയ സമർത്ഥമായ നീക്കമാണ് പ്രതികളെ ഉടൻ വലയിലാക്കാൻ സഹായിച്ചത്. അൽക്കോബാറിലെ പ്രമുഖ വ്യവസായിയായ കണ്ണൂർ സ്വദേശിയുടെ മകനും ദമാം ഇന്ത്യൻ സ്കൂൾ 11ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഷെയ്സിനെയാണ് കഴിഞ്ഞ ദിവസം ദമാമിലെ ട്യൂഷൻ സെന്ററിലേക്ക് യാത്ര തിരിക്കവേ തട്ടിക്കൊണ്ടുപോകുവാനുള്ള ശ്രമം നടന്നത്. അൽക്കോബാറിൽ നിന്നും ദമാമിലേക്കുള്ള വഴിതിരിച്ച ഡ്രൈവർ ഫൈസലിയ റൊമാൻസിയ ഹോട്ടലിന് സമീപം യമനിയെയും വാഹനത്തിൽ കയറ്റി ദമാമിലേക്ക് പോകാതെ റിയാദ് റോഡിലൂടെ വാഹനം ഓടിച്ചു പോകുകയായിരുന്നു. ഷെയ്സ് ബഹളം വെക്കാൻ തുടങ്ങിയതോടെ റിയാദ് റോഡിൽ ആളൊഴിഞ്ഞ മരുഭൂമിക്ക് സമീപം കാറിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ഇരുവരും കടന്നു കളയുകയായിരുന്നു. പിന്നീട് ആ വഴി വന്ന ഒരു സ്വദേശി പൗരൻ പോലീസിനെ വിളിച്ച് തൊട്ടടുത്ത സ്റ്റേഷനിലെത്തിച്ച് പരാതി നൽകുകയായിരുന്നു. ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പാസ്പോർട്ട് പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ
സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി. ഇറ്റാലിയൻ സൂപ്പർ കപ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ ജിദ്ദയിലെത്തിയപ്പോഴാണ് ജവാസാത്ത് ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് പരിശോധിച്ചത്. ജിദ്ദയിൽ നടന്ന ഇറ്റാലിയൻ സൂപ്പർ കപ്പ് മത്സരത്തിനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സഹതാരങ്ങളും സൗദിയിലെത്തിയത്. എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന യാത്രക്കാരുടെ പാസ്പോർട്ട് പരിശോധിക്കുക സ്വാഭാവിക നടപടിക്രമമാണ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഷബബ് സായി അൽ അഹ്മരി എന്ന ഉദ്യോഗസ്ഥനാണ് റൊണാൾഡോയുടെ പാസ്പോർട്ട് പരിശോധിച്ചത്. ഇറ്റലിയിലെ യുവന്റസ് ടീം അംഗവും പോർച്ചുഗീസ് ദേശീയ ടീം ക്യാപ്റ്റനുമായ റൊണാൾഡോയ്ക്ക് ഏറെ ആരാധകരുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ റൊണാൾഡോയെ വരവേൽക്കാൻ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വൻ ജനാവലി എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു. അതിനിടെയാണ് കവാടത്തിൽ നിന്ന് ജവാസാത്ത് ഉദ്യോഗസ്ഥർ റൊണാൾഡോയുടെ പാസ്പോർട്ട് പരിശോധിച്ചത്. വിദേശ തൊഴിലാളിയുടെ കാർ ഓടിച്ച് നടത്തിയ ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ സ്പോൺസറായ സൗദി പൗരൻ കൊടുക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് കോടതി വിധി. വിദേശിയുടെ സ്പോൺസർഷിപ്പ് മറ്റൊരു തൊഴിലുടമയുടെ കീഴിലേക്ക് മാറ്റാനും കോടതി ഉത്തരവിട്ടു. സൗദി പൗരൻ വരുത്തിയ 15 ഗതാഗത നിയമലംഘനങ്ങളിൽ വിദേശിയുടെ പേരിൽ ട്രാഫിക് ഡയറക്ടറേറ്റ് 10,000-ഓളം റിയാൽ പിഴ ചുമത്തിയിരുന്നു. എന്നാൽ പിഴയെടുക്കാൻ സ്പോൺസറും വിദേശി തൊഴിലാളിയും തയ്യാറായില്ല. ഇരുവരും തമ്മിൽ തർക്കമായതോടെ കേസ് ലേബർ കോടതിക്ക് മുന്നിലെത്തുകയായിരുന്നു. പ്രശ്നത്തിന് ലേബർ കോടതി അനുരഞ്ജനമുണ്ടാക്കിയെങ്കിലും ഫൈൻ അടയ്ക്കാൻ സൗദി പൗരൻ അപ്പോഴും തയ്യാറായില്ല. തുടർന്ന് വിദേശി ജിസാൻ എൻഫോഴ്സ്മെന്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് പരിഗണിച്ച കോടതി 5 ദിവസത്തിനകം സൗദി പൗരൻ മുഴുവൻ പിഴയും അടയ്ക്കണമെന്ന് ഉത്തരവിട്ടു. അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ലോകത്തെ ഏറ്റവും സുരക്ഷിത രാജ്യമായി ഖത്തർ. ഏറ്റവും വലിയ ഡാറ്റാബേസായ നംബിയോയുടെ ക്രൈം ഇൻഡെക്സ് 2019 വാർഷിക റിപ്പോർട്ടിലാണ് ഈ പദവി ഖത്തറിനെ തേടിയെത്തിയത്. ലോകത്തെ 118 രാജ്യങ്ങളെ കണക്കിലെടുത്താണ് ക്രൈം ഇൻഡെക്സ് 2019 തയ്യാറാക്കിയിട്ടുള്ളത്. ജീവിത ചെലവ്, ആരോഗ്യം, ഗതാഗതം, കുറ്റകൃത്യ നിരക്ക്, മലിനീകരണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഡേറ്റാബേസ് ആണ് നംബിയോ. ക്രൈം ഇൻഡെക്സിൽ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറവ് സൂചിപ്പിക്കുന്ന 13.26 പോയിന്റുമായാണ് ഖത്തറിനെ ഏറ്റവും സുരക്ഷിത രാജ്യമായി തെരഞ്ഞെടുത്തത്. സേഫ്റ്റി ഇൻഡെക്സിൽ 86.74 പോയിന്റാണ് ഖത്തർ നേടിയത്. ജപ്പാൻ, UAE എന്നീ രാജ്യങ്ങളാണ് സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. 0 മുതൽ 100 വരെയാണ് ക്രൈം ഇൻഡെക്സിന്റെ റേഞ്ച്. ഖത്തർ ദേശീയ ദർശന രേഖ 2030ന്റെ ഭാഗമായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയ വിവിധ സുരക്ഷാ നടപടികളാണ് രാജ്യാന്തര തലത്തിൽ അംഗീകാരം നേടാൻ കാരണമായത്. ദുബായിൽ നിന്ന് വായ്പാ തട്ടിപ്പ് നടത്തി കോടികൾ കടത്തി മലയാളികൾ. പണം തിരിച്ചുപിടിക്കാൻ ബാങ്ക് അധികൃതർ കേരളത്തിലെത്തി. കേസുകളുടെ വിശദവിവരങ്ങൾ കേരള പോലീസിന് കൈമാറി. നാഷണൽ ബാങ്ക് ഓഫ് റാസൽ ഖൈമയിൽ നിന്നും 20,000 കോടി രൂപയാണ് ഇന്ത്യക്കാർ തട്ടിച്ചത്. ഇതിൽ 116 പേർ മലയാളികളാണ്. ബാങ്ക് അധികൃതർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി തെളിവുകൾ ഹാജരാക്കി. കേസുകളുടെ വിശദവിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട്. എങ്ങനെയും പണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബാങ്ക് സംഘം കേരളത്തിലെത്തിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്തിയ 116 മലയാളികളോട് വെള്ളിയാഴ്ച ഒത്തുതീർപ്പിനായി ഹാജരാകാൻ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി നിർദ്ദേശിച്ചു. 84 കമ്പനികളുടെ പേരിലായിരുന്നു വായ്പാ തട്ടിപ്പ്. എക്സ്ട്രീം ഇന്റർനാഷണൽ മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് ബാങ്കുകൾക്കായി ഇന്ത്യയിലെ നിയമ നടപടികൾ കൈകാര്യം ചെയ്യുന്നത്. ഹ്രസ്വകാലത്തേക്കുള്ള വായ്പകളായതിനാലും ആദ്യത്തെ വായ്പ സമയത്ത് തിരിച്ചടച്ചതിനാലും വിശദമായ പരിശോധന നടത്താതെയാണ് ബാങ്ക് തുടർ വായ്പകൾ നൽകിയത്. EMT ഗ്ലോബൽ പ്രസൻസ് ന്യൂസ് ടുഡേ പ്രോഗ്രാമിൽ പ്രവാസി വീക്ഷണത്തിൽ ഇന്നത്തെ വിഷയം സംസ്ഥാനത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എന്തെല്ലാം, അതുപോലെ ഇടതുപക്ഷ ഭരണത്തിന്റെ പരാജയം എന്തെല്ലാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹിക സാംസ്കാരിക മാധ്യമരംഗത്തെ ഒട്ടേറെ പേർ സംവദിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ
തന്റെ UAE സന്ദർശനത്തിൽ 10,000ങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്വദേശി വൽക്കരണത്തിന്റെയും അതുപോലെ തന്നെ നേതാക്കാത്തിന്റെയും പേരിൽ നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികളെ സഹായിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത സംഖ്യ നിക്ഷേപിക്കുമെന്ന് വാഗ്ദാനം നൽകിയത്. എന്നാൽ അതിനെക്കുറിച്ച് ഗവൺമെന്റ് പിന്നീട് എന്തെങ്കിലും നടപടികൾ എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ ഗൾഫ് നാടുകളിൽ ചെയ്തിരുന്ന തൊഴിൽ സംരംഭം നാട്ടിൽ തുടങ്ങുന്നതിന് വേണ്ടിക്കൊണ്ട് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ വായ്പകൾ ലഭ്യമാകുന്നതിന് വേണ്ടിക്കൊണ്ടുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചും ഈ ഗവൺമെന്റ് എന്തെങ്കിലും നടപടികൾ എടുത്തത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയുടെ നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൂർണ്ണ പരാജയമായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് കേരളത്തില് സകല മേഖലകളിലും ക്രമസമാധാനത്തിന്റെ കാര്യങ്ങളിലാണെന്നെങ്കിലും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ ജനദ്രോഹപരമായിരുന്നു. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലം പരിശോധിക്കുമ്പോൾ സമ്പൂർണ്ണ പരാജയം എന്ന് വേണ്ടിവരും വിലയിരുത്താൻ. കാരണം സാമ്പത്തികമാണ് മാനദണ്ഡം എന്ന് വിചാരിച്ചാല് അത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. കാരണം നിലവില് സാമ്പത്തികമായി മുന്നോക്കാവസ്ഥയിലുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ആദിവാസികളും അതുപോലെയുള്ള ചില താഴേക്കിടയിലുള്ള ആൾക്കാരൊക്കെ പട്ടിണി പോലെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ റീസൺ ഇവരൊക്കെ തന്നെയാണ്. ഇത്രയും മാറി മാറി ഭരിച്ച ഗവൺമെന്റുകൾ തന്നെയാണ് എന്റെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ ഇപ്പൊ നമ്മുടെ LDFന്റെ തലയിൽ അത് കെട്ടിവെച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം LDFന്റെ ഒരൊറ്റ കാരണം കൊണ്ടല്ല ഇവിടുത്തെ ആദിവാസികളുടെ ഇടയിലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ കേരളത്തെ പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഗവൺമെന്റും അതല്ലെങ്കിൽ ഒരു ഭരണ സമ്പ്രദായവുമാണ് ഇപ്പൊ നിലവിൽ LDF കാഴ്ചവെക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. അത് പല കാരണങ്ങളുണ്ട്. അപ്പോ പ്രധാനമായിട്ട് എന്താ വെച്ചാൽ ഇവരുടെ ഒരു ധാർഷ്ട്യമാണ്. പിന്നെ ഇവരിൽ ഗുണമുണ്ടാവുന്നുണ്ട് ആർക്കെന്ന് ചോദിച്ചാല് ആ പാർട്ടിയിൽ CPM പെട്ട ആൾക്കാർക്കും അവരുടെ ട്രേഡ് യൂണിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ അവരുടെ പോഷക സംഘടനയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ വ്യക്തിപരമായിട്ട് ആ സംഘടന കൊണ്ടോ അല്ലെങ്കിൽ പാർട്ടി കൊണ്ടോ ഗവൺമെന്റ് കൊണ്ടോ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ സാമാന്യമായ ജനങ്ങളുടെ ഇടയിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു പിന്നെ സൽഭരണം കാഴ്ചവെക്കുന്ന. നമസ്കാരം, ഞാൻ കുമ്മൽ സുധീർ, നവോദയ റിയാദ്. കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് വിലയിരുത്താനുള്ളത്. തീർച്ചയായിട്ടും അത് പ്രവാസികളുമായി ബന്ധപ്പെട്ട് പറയുന്നതിലാണ് വളരെ സന്തോഷം. പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയം ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. ശ്രീ കെ നായനാരാണ് പ്രവാസി വകുപ്പ് കൊണ്ടുവന്നത്, പ്രവാസികൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നത്. അതിനുശേഷം VS ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് പ്രവാസികൾക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതിയും സാന്ത്വനം പോലുള്ള സാമൂഹിക ആശ്വാസ പദ്ധതികളൊക്കെ സർക്കാർ കൊണ്ടുവരുന്നത്. VS ഗവൺമെൻറ് കൊണ്ടുവന്ന പെൻഷൻ പദ്ധതി പ്രകാരം 1000 രൂപയായിരുന്നു ഒരു 60 വയസ്സ് കഴിഞ്ഞ പ്രവാസിക്ക് ലഭിക്കുന്ന പെൻഷൻ തുക. അതിനുശേഷം 5 വർഷക്കാലം UDF ഭരിച്ചിട്ട് പോലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരികയോ ഈ പെൻഷൻ തുകയുടെ 1000-ന് മുകളിൽ 1 രൂപ വെച്ച് 1001 രൂപയാക്കാൻ പോലും ആ സർക്കാരൊന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ് വേദനാജനകം. പിന്നീട് വീണ്ടും പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം അത് 2000 രൂപയായിട്ട് ഉയർത്തുന്നത്. ഇപ്പോഴും അദ്ദേഹം അത് വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വരും ബജറ്റുകളിലും മറ്റും പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ നിരവധി പദ്ധതികൾ പ്രവാസികൾക്ക് വേണ്ടി അദ്ദേഹം ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പം അപകടമരണത്തിലും അപകടത്തിൽപ്പെട്ടും മറ്റും പരിക്കേറ്റും മരണപ്പെട്ടുമൊക്കെ നാട്ടിലെത്തുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ അവിടെ നിന്നും ആശുപത്രിയിലേക്കോ വീട്ടിലേക്കോ ഒക്കെ എത്തിപ്പോകുന്നതിന് ആംബുലൻസ് ഈ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാസി സാന്ത്വനം പദ്ധതി പ്രകാരം സർക്കാരിന്റെ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം പദ്ധതിയുടെ 97% വിനിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2400 പേർ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം പ്രവാസികൾ സാന്ത്വന പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഏകദേശം 14.68 കോടി രൂപ സർക്കാർ ആ രൂപത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പ്രവാസി പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് NDPREM എന്ന് പറയുന്നൊരു പദ്ധതി 20 ലക്ഷം രൂപ വരെ പ്രവാസികൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇപ്പോൾ അവർക്ക് വാഹനം മേടിക്കുന്നതിനോ കച്ചവട സ്ഥാപനം തുടങ്ങുന്നതിനോ മറ്റേതെങ്കിലും മേഖലകളിൽ ബിസിനസ്സോ കച്ചവടം തുടങ്ങുന്നതിനോ ഒക്കെ 20 ലക്ഷം രൂപ വരെ ബാങ്കുകളുമായി ഗവൺമെന്റ് കരാർ ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ധനസഹായം നൽകുന്നുണ്ട്. അതിൽ ഇളവുകളുണ്ട്, സർക്കാരിന്റെ തന്നെ കൈത്താങ്ങുണ്ട്. അപ്പോൾ അതുപ്രകാരം ഏകദേശം 6.18 കോടി രൂപ കഴിഞ്ഞ ഒരു വർഷം സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. അതിൽ വീണ്ടും 556 പേർ ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്.
അതുപോലെ പ്രവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന കണ്ണൂർ എയർപോർട്ട്, ആ പദ്ധതി തുടങ്ങിയതും പൂർത്തീകരിച്ചതും വിവിധ ഇടതുപക്ഷ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. അതും ഒരുപാട് പ്രവാസികൾക്ക് ഗുണകരമായിട്ടുള്ളതാണ്. പ്രവാസികൾക്ക് വേണ്ടി കമ്പനിയിൽ ചിട്ടിയിൽ ചേരാൻ പ്രവാസികൾക്ക് അവകാശം പ്രഖ്യാപിച്ചത് ഈ KSFE ചിട്ടിയിൽ നേരത്തെ പ്രവാസികൾക്ക് അംഗത്വം എടുക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ KSFE ചിട്ടി വരുന്നു. അതിനകത്ത് ഇപ്പോൾ UAE-യിലുള്ളവർക്കാണ് മുൻഗണന. അടുത്ത ഘട്ടമെന്ന രൂപത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആ ചിട്ടിയിൽ നമുക്കൊക്കെ ചേരാൻ കഴിയും. അങ്ങനെ പ്രവാസികൾക്കായി വിവിധ പദ്ധതികൾ ഈ സർക്കാർ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ലോക കേരള സഭ. അതിപ്പോൾ വീണ്ടും ഈ ഫെബ്രുവരിയിൽ വീണ്ടും ചേരാൻ പോവുകയാണ്. പ്രവാസികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അവലോകനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും അതിനുവേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമൊക്കെ ലോക കേരള സഭ വലിയ സംഭാവന നൽകും. അത് ചരിത്രത്തിലിടം നേടും. പ്രവാസികളുടെ ശബ്ദം കേരള സമൂഹത്തിൽ ഉയർന്നത് കേൾക്കും എന്നതൊന്നും യാതൊരു തർക്കവും വേണ്ട. അത്തരത്തിൽ പല രൂപത്തിലും സാധ്യമായ രൂപത്തിലെല്ലാം ഈ സർക്കാർ പ്രവാസികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റു മേഖലകളെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഞാൻ അലി ആർളം. പ്രവാസികളായ നമുക്ക് എന്ത് പറയാനുണ്ട് ഈ വിഷയത്തിൽ? കാര്യമായിട്ട് LDF സർക്കാർ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിലയിരുത്തൽ. സംഗതി ഇരട്ടച്ചങ്കനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് വെറും ഒരു നോട്ടത്തിലോ വാക്കിലൂടെയോ ഇരട്ടച്ചങ്കനായാൽ മാത്രം പോരാ, അത് പ്രവാസികൾക്ക് കൂടി ഉപകരിക്കത്തക്ക വിധം അദ്ദേഹത്തിൻ്റെ ഈ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ ഇന്ന് ഗൾഫ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഈ ഒരു അവസരത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഗൾഫിനെ ഒഴിവാക്കിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഈ ഒരു സന്ദർഭത്തിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, ഈ മടങ്ങി വരുന്ന പ്രവാസികളുടെ പുനരധിവാസം വ്യക്തമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ, അതാണ് ഇവിടെ വിവരിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചോളം പറയുന്നു, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട്. നോർക്കയുടെയും പെൻഷൻ മറ്റുള്ള കാര്യങ്ങൾ മാത്രം, അത് ഇനിയും പാതി വക്കിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്.